നെക്സ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് PERT ആണ് നോക്കുന്നത്. ഫസ്റ്റത്തേന്ന് വെച്ചാൽ ഇറ്റ് ഫോഴ്സസ് മാനേജ്മെൻറ്റ് ടു പ്ലേ കെയർഫുള്ളി ആൻഡ് സ്റ്റഡി ഹൗ ദ വേരിയസ് പാർട്സ് ഫിറ്റ് ടു ദ ഹോൾ പ്രൊജക്റ്റ്. അതായത് ഇത് മാനേജ്മെൻറ്റിന് നമുക്ക് കെയർഫുള്ളി പ്ലാൻ ചെയ്യാനും എങ്ങനെയാണ് വേരിയസ് പാർട്സ് നമ്മൾ എൻ്റയർ പ്രൊജക്റ്റിന് ഫിറ്റ് ആവുക എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നല്ലൊരു സ്റ്റഡി നടത്താനും PERT സഹായിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് കോൺസെൻട്രേറ്റ്സ് അറ്റൻഷൻ ഓൺ ക്രിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊജക്റ്റ്. ഇതെന്താ ക്രിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊജക്റ്റിന് മുകളിൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ ഡിലേസ്, ഇൻ്ററപ്ഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ബൈ ഷെഡ്യൂളിംഗ്, ബഡ്ജറ്റിംഗ്, റിസോഴ്സ് ഇൻ ടൈം. ഇതെന്താ പ്രൊഡക്ഷനിൽ വരുന്ന ഡിലേ കുറയ്ക്കാനും അതേപോലെ എന്തെങ്കിലും ഇൻ്ററപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അതേപോലെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പരസ്പരം ഓരോന്നും ഷെഡ്യൂൾ അതിൽ വരുന്ന കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ ബഡ്ജറ്റിങ്ങിന് എത്ര റിസോഴ്സസാണ് ഏത് സമയത്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഫോഴ്സസ് ടു ടേക്ക് റൈറ്റ് ആക്ഷൻ അറ്റ് റൈറ്റ് ടൈം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊജക്റ്റ്. അതായത് ഇതെന്താ റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻ നമുക്ക് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രൊജക്റ്റ് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് PERT സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർവേഡ് ലുക്കിംഗ് ടൈപ്പ് ഓഫ് കൺട്രോൾ. മുന്നോട്ടിനി എന്ത് ചെയ്യണം എന്നുള്ള ഇതും കൂടി PERT നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. ഇതെന്താണ് നമുക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ്, പാസ്റ്റ് ഇൻഫർമേഷൻ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് PERT നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ന്യൂ ഷെഡ്യൂൾസ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇംപ്ലിമെൻറ്റ് ദി എക്സിസ്റ്റിംഗ് ഷെഡ്യൂൾ. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ച ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമുക്ക് പുതിയ ഷെഡ്യൂൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും PERT നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു കോർഡിനേറ്റ് വേരിയസ് പാർട്സ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് ദെർബൈ ഹെൽപ്സ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ് ഇൻ ടൈം. അതായത് ഇതെന്താ വേരിയസ് പ്രൊജക്റ്റിൻ്റെ ഒരുപാട് പാർട്സ് ഉണ്ടാവില്ല പ്രൊജക്റ്റിന്, ആ എല്ലാ പാർട്സും കോർഡിനേറ്റ് ചെയ്യാനും പ്രൊജക്റ്റിൻ്റെ കറക്റ്റ് ടൈമിൽ തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്നുണ്ട് PERT സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് PERTൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് PERT ആണ്. ലിമിറ്റേഷൻ ഓഫ് PERTൽ ഫസ്റ്റ് പറയുന്നത് PERT എംഫാസിസ് ഓൺ ടൈം ഓൺലി. PERT എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടൈമിന് വേണ്ടിയിട്ടാണ്. ഇത് കോസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതാണ് ഫസ്റ്റത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ ഡെവലപ്പിംഗ് എ ക്ലിയർ ആൻഡ് ലോജിക്കൽ നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. ഈ PERTൽ നമ്മളൊരു ക്ലിയർ ആയിട്ടല്ല ഒരു ലോജിക്കൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന വെച്ചാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ റുട്ടീൻ പ്ലാനിങ് ഓഫ് റെക്കറിങ് ഇവൻറ്റ്സ്. അതായത് നോൺ റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസാണ് PERT യൂസ് ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റുട്ടീനായിട്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ടും വരുന്ന ഇവൻറ്റ്സിന് ഇത് എന്താണ് സൂട്ടബിൾ അല്ല. അതാണ് അടുത്ത ഇത് വരുന്നത്. പിന്നെ നാലാമത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റിസോഴ്സസ് റിക്വയർഡ് അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രൊജക്റ്റ്. അതായത് ഓരോ സ്റ്റേജസിലും കുറേ റിസോഴ്സസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ റിസോഴ്സസ് ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ റിസോഴ്സസാണ്, അങ്ങനെയുള്ള വേരിയസ് സ്റ്റേജസിൽ ഏതൊക്കെ റിസോഴ്സസാണ് എന്നുള്ളത് നമുക്ക് എന്താ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് PERTന് പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ പറയുന്നത് ദർ ആർ മെനി ഇറേഴ്സ് ഇൻ ടൈം എസ്റ്റിമേഷൻ. നമ്മൾ ടൈം എസ്റ്റിമേഷൻ്റെ ബേസിലാണല്ലോ PERT ചെയ്യുക. അപ്പോൾ അങ്ങനെ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇറേഴ്സ് വരുന്നുണ്ട്. അതാണ് അഞ്ചാമത്തെ ലിമിറ്റേഷൻ. പിന്നെ ആറാമത്തെ മേജർ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റേഷൻ ഓഫ് ദിസ് ടെക്നിക് ഈസ് ഇറ്റ്സ് ടൈം എസ്റ്റിമേറ്റ്സ് ഇറ്റ്സെൽഫ്. ഇഫ് time estimates are not correct then network and critical path has no meaning. നമ്മൾ ഈ ടൈം എസ്റ്റിമേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ PERT ഉണ്ടാക്കുക. അപ്പോൾ ഈ ടൈം എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ആണെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ നെറ്റ്വർക്കും തെറ്റും, അതേപോലെ നമ്മൾ വരച്ച ക്രിറ്റിക്കൽ പാത്തും എന്തായിരിക്കും തെറ്റിപ്പോവും. അതാണ് ഏറ്റവും വലിയൊരു ലിമിറ്റേഷനായി പറയുന്നത്. ഏഴാമത്തെ പറയുന്നത് ഫ്രീക്വൻറ്റ് അപ്ഡേറ്റിംഗ് ആൻഡ് റിവൈസിങ് ദ PERT കാൽക്കുലേഷൻ ആർ റിക്വയർഡ് ഫോർ ആക്റ്റീവ് കൺട്രോൾ ഓഫ് പ്രൊജക്റ്റ്. എക്സ്പേർട്ട് ആർ റിക്വയർഡ് ഫോർ ദിസ് പർപ്പസ്, സോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അതായത് PERTൻ്റെ ഈ കാൽക്കുലേഷനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ അപ്ഡേഷൻസും ചെയ്യേണ്ടി വരും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവേഴ്സും ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് പ്രൊജക്റ്റ് നല്ലോണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വേണം ഈ പർപ്പസിന്. അപ്പോൾ അവർക്ക് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ കോസ്റ്റ് അവരെ ഹയർ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് PERTൻ്റെ വരുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് PERT ആണ് നോക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, പെർട്ടിക്കുലർലി ഇൻ ബിൽഡിംഗ് ഓഫ് ലാർജ് സ്ട്രക്ചേഴ്സാണ്. ഇത് മെയിനായിട്ട് ലാർജ് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് ഗവൺമെൻറ് ആൻഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്, ഇൻസ്റ്റാളിംഗ് ഫിക്സഡ് അസറ്റ് ആൻഡ് പ്ലാന്റ് ലേഔട്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഷെഡ്യൂളിംഗ് ഗവൺമെൻറ് ആൻഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനും അതേപോലെ ഫിക്സഡ് അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും പ്ലാന്റ് ലേഔട്ട് ഉണ്ടാക്കാനും ഒക്കെയാണ് PERT യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്
യൂസ്ഡ് ഇൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫേമിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫൻസ് പ്രൊജക്റ്റിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് PERT നമ്മൾ യൂസ് ചെയ്യുന്നത്. PERTൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ.